ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ലയണൽ മെസ്സിയെ കുറിച്ചുള്ള ചില റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പ്രചരിച്ചിരുന്നു. അതായത് മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു റൂമറായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. അലക്സ് കാൻഡൽ എന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരുപാട് ചർച്ചകൾ നടന്നു. എന്നാൽ മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല എന്നുള്ളത് പിന്നീട് പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ESPNന്റെ മാധ്യമ പ്രവർത്തകനായ ഹെർനൻ പെരേര തൻ്റെ ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മെസ്സി ഒരു കാരണവശാലും ബാഴ്സയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ലാപോർട്ട ഉള്ളിടത്തോളം കാലം മെസ്സി തിരിച്ചെത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലാപോർട്ടയും മെസ്സിയും തമ്മിലുള്ള ബന്ധം വഷളാണ്. അതിനുള്ള കാരണം മെസ്സിക്ക് ക്ലബ്ബ് വിടേണ്ടി വന്ന ആ ഒരു സാഹചര്യം തന്നെയാണ്. ഹെർനൻ പെരേരയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പലരും ഈ വിഷയത്തിൽ സീരിയസ് അല്ല, മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നാൽ മെസ്സി ബാഴ്സയിലേക്ക് തിരികെ വരില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലാപോർട്ട ഉള്ളിടത്തോളം കാലം മെസ്സി തിരിച്ചു വരില്ല. മെസ്സിയോട് ലാപോർട്ട അന്ന് പറഞ്ഞത് ഇവിടെ കോൺട്രാക്ട് റെഡിയാണ് എന്നാണ്. എന്നാൽ മെസ്സി കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പൈസ ഇല്ല, വേറെ എന്തെങ്കിലും ക്ലബിനെ കണ്ടെത്തിക്കോളൂ എന്ന് ഇതേ ലാപോർട്ട മെസ്സിയോട് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ക്ലബിൽ നിന്നും പുറത്തായ മെസ്സി ഇനി തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതെല്ലാം വെറും വ്യാജ വാർത്തകളാണ്. ഇതാണ് ESPNന്റെ ഹെർനൻ പെരേര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തില്ല, പ്രത്യേകിച്ച് ലാപോർട്ട ഉണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെസ്സിയുടെ ഫാമിലിക്ക് ഒട്ടും ലാപോർട്ടയോട് താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും മെസ്സി ഇനി യൂറോപ്പിലേക്ക് ഒരു മടക്കം ഉണ്ടാവില്ല. ഒരുപക്ഷെ ക്യാമ്പ് നോവിൽ ഇന്റർ മയാമിക്കൊപ്പം മെസ്സി ഒരു സൗഹൃദ മത്സരം കളിച്ചേക്കാം എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വ്യാപകമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.